ഫാമിലി, നമ്മുടെ +1 ഫൈനൽ എക്സാംസിന് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മൾ ലൈവിന് വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, മിസ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണ്, എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്രയാണ് മാക്സിമം ചോദിക്കാനുള്ള, അല്ലെ എത്ര മാർക്കിനാണ് മാക്സിമം ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത് ക്വസ്റ്റ്യൻസ് എന്നെല്ലാം എൻ്റെ മക്കൾ ചോദിക്കാറുണ്ട്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എടുത്തിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും +1 ഫൈനൽ എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സബ്ജക്ട്സിൻ്റെയും, അതായത് നമ്മുടെ മാത്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, സുവോളജിയും ബോട്ടണിയും, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ +1 ചോദിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് വെയിറ്റേജ്, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നെല്ലാം എടുത്തിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും അല്ലെ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്രയൊക്കെ മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മാത്സിൻ്റെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് 14 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലായിട്ട് മാത്സ് പഠിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഫസ്റ്റ് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും മൊത്തം 7 മാർക്കാണ് ചോദിക്കാൻ, മാക്സിമം 7 മാർക്കോളം ആ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള സാധ്യത. ഏകദേശം റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് 7 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ട്രിഗ്നോമെട്രിക്ക് 6 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. കോംപ്ലക്സ് നമ്പേഴ്സിന് നോക്കൂ 4 മാർക്സ് ആണല്ലേ, അപ്പോൾ കുറച്ചുകൂടെ കുറവാണ് വെയിറ്റേജ് ഉള്ളത്. ലീനിയർ ഇൻഇക്വാലിറ്റീസിന് 3 മാർക്കാണ്, അപ്പോൾ കുറച്ചും കൂടെ കുറവാണ്. പക്ഷേ ലീനിയർ ഇൻഇക്വാലിറ്റി എന്നൊക്കെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള സാധ്യതയുള്ള ചാപ്റ്ററാണ്, ഈസി ചാപ്റ്ററാണ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് മക്കളെ 7 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നോക്കൂ, ഏറ്റവും കൂടുതൽ വെയിറ്റേജസ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് ഇപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതിനുശേഷം വരുന്നത് നമ്മുടെ ബൈനോമിയൽ തിയറത്തിൽ നിന്ന് 4 മാർക്കാണ്. അതുപോലെ തന്നെ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നും 4 മാർക്കാണ് ചോദിക്കാൻ സാധ്യത. ദെൻ സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്നും 6 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കോണിക് സെക്ഷൻസിലെ കോണിക്സിൽ നിന്നും 7 മാർക്കാണ്. അതിനുശേഷം 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന സിമ്പിൾ ചാപ്റ്ററിൽ നിന്നും 3 മാർക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്നും കണ്ടോ 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാക്സിമം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് മക്കളെ നമ്മുടെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 6 മാർക്കാണ്. അതുപോലെ തന്നെ പ്രോബബിലിറ്റിയിൽ നിന്ന് 7 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആൻഡ് മാർക്ക് വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എത്രത്തോളം സമയം ഏത് ചാപ്റ്ററിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ബയോളജിയിലെ ബോട്ടണിയാണ് വരുന്നത്. അപ്പോൾ ബോട്ടണിയിൽ നമുക്ക് മൊത്തം 9 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്നും 3 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. പ്ലാന്റ് കിങ്ഡം 3 മാർക്കാണ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും 5 മാർക്സ് 5 മാർക്കാണ് മക്കളെ വരാൻ പോകുന്നത്. ദെൻ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് 4 ആണ്. അതുപോലെ തന്നെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്നും 4 മാർക്കാണ്. അതിനുശേഷം സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ നിന്നും 4 മാർക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ നിന്നും 6 മാർക്കാണ്. 2 ചാപ്റ്ററിൽ നിന്നും 6 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്നും 4 ചാപ്റ്ററാണ് ചോദിക്കാനുള്ള 4 മാർക്കിനാണ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. അതിനുശേഷം നമ്മുടെ സുവോളജിയിലെ ദ ലിവിംഗ് വേൾഡ് 1 മാർക്കാണ്. അപ്പോൾ ലിവിംഗ് വേൾഡിൽ നിന്ന് നമുക്ക് വെറും 1 മാർക്കിന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. ദെൻ അനിമൽ കിങ്ഡം 9 മാർക്ക് വെയിറ്റേജ് ആണ് മക്കളെ ഉള്ളത്. ബയോമോളിക്യൂൾസിൽ നിന്ന് 5 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് 3 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ 5 മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത്. ദെൻ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ 3 മാർക്ക് വെയിറ്റേജ് ആണ്. ദെൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് 2 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ 5 മാർക്സ് 5 മാർക്ക് വരെ ചോദിക്കാം. അതിനുശേഷം കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 6 മാർക്ക് വരെ ചോദിക്കാൻ. അപ്പോൾ സുവോളജി ആൻഡ് ബോട്ടണിയിലെ കംപ്ലീറ്റ് ചാപ്റ്റർ വെയിറ്റേജ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് കെമിസ്ട്രി ആണ്. നിങ്ങൾക്കറിയാം കെമിസ്ട്രിയിൽ കുറച്ച് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റേജസ് ഇനി ചാപ്റ്ററിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ എക്സാമിന്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം മക്കളെ 11 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിൽ നിന്നും 8 മാർക്ക് വെയിറ്റേജ് ആണ്. കെമിക്കൽ ബോണ്ടിങ് 10 മാർക്ക്. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് 9 മാർക്ക്. ഇക്വിലിബ്രിയം 10 മാർക്ക് വെയിറ്റേജ് ആണ്. റിഡോക്സ് റിയാക്ഷനിൽ നിന്നും 5 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സിൽ നിന്നും 10 മാർക്ക് വെയിറ്റേജ് വരെയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ നിന്നും 9 മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിന് അത്യാവശ്യം എല്ലാത്തിനും നല്ല വെയിറ്റേജും നല്ല മാർക്കും ഉണ്ട്. അപ്പോൾ ഡിലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് കെമിസ്ട്രിയിൽ ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ
ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക, ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനല്ലേ. ഇനിയാണ് നമ്മുടെ ഫിസിക്സ് വരുന്നത്. അപ്പോൾ ഫിസിക്സിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഒന്നുമില്ല, പോർഷൻസ് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിന്റെ 5 മാർക്ക് വെയിറ്റേജ് ആണ് കേട്ടോ വരുന്നത്. 5 മാർക്ക് വരെ ചോദിക്കാം. അതിനുശേഷം മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ഈ 3 ചാപ്റ്റേഴ്സിനും 8 മാർക്ക് വീതമാണ് നമുക്ക് ചോദിക്കാനുള്ള എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വരുന്നത്. അതിനുശേഷം വർക്ക് എനർജി പവർ 6 മാർക്സ് വെയിറ്റേജ് വരുന്നുണ്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നിന്നും 5 മാർക്ക് വരെ ചോദിക്കാം. ഗ്രാവിറ്റേഷൻ 8 മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അത് 3 മാർക്ക് വരെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് 8 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വരുന്നു തേർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 4 മാർക്കാണ്. അതിനുശേഷം തെർമോഡൈനാമിക്സ് 5 മാർക്ക്. കൈനറ്റിക് തിയറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വെയിറ്റേജും വളരെ കുറവാണ്. 2 മാർക്കിനാണ് മാക്സിമം ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുള്ളൂ. ദെൻ ഓസിലേഷൻ ആൻഡ് വേവ്സ് രണ്ടും 4 മാർക്ക് വീതം ചോദിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇത്രയും ഫിസിക്സിൽ ഏതൊക്കെയാണോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുള്ളതെന്നുള്ളതും ഈ ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് മാർക്കുകൾ അല്ലെ സ്കോറുകൾ വരുന്ന രീതി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ക്ലിയർ കട്ട് വിഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് മിസ്സിന് അറിയാം. അപ്പം ഇതുപോലെ ഈ ഒരു മാർക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ മനസ്സിൽ ഡിസിഷൻ എടുക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ദിവസം മാത്രമേ മക്കളെ ബാക്കിയുള്ളൂ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഫുൾ മാർക്ക് തന്നെ നമ്മുടെ +2 +1 നമുക്ക് സ്കോർ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.